നമസ്കാരം. ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. യു.എസിൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്ന് ഓരോ ഇന്ത്യക്കാരനെയും ഏറെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. സാധാരണ വിമാനങ്ങളിൽ തിരിച്ചേക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഭീകരന്മാരെയും കൊള്ളക്കാരെയും പോലെ പട്ടാള വിമാനത്തിൽ കയറ്റി ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടായിരുന്നു അവരെ ഇന്ത്യയിൽ എത്തിച്ചത്. എന്നാൽ ട്രംപിന്റെ ഈ നിലപാടിനെതിരായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടിയില്ല. ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഒരു തരത്തിലുള്ള എതിർപ്പും പറയാതെ വിനീത വിധേയനായി നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവന് എന്തു വിലയാണ് നൽകുന്നത് എന്നത് ഒരു പ്രധാന ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ ഈ സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം. യു.എസിൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ച സംഭവത്തിൽ പാർലമെന്റിൽ വൻ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. വൻ ബഹളത്തോടെ ഉച്ചവരെ ലോക്സഭാ നടപടികൾ സ്പീക്കർ ഓം ബിർള നിർത്തിവെക്കുകയായിരുന്നു. വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. നമ്മുടെ ജനങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനും സ്വദേശത്തും വിദേശത്തും ഓരോ ഇന്ത്യക്കാരന്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഭ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. എന്നാൽ ഈ വിഷയം വിദേശ നയവുമായി ബന്ധപ്പെട്ടതാണെന്ന നിലപാടായിരുന്നു സ്പീക്കർ എടുത്തത്. വിദേശ രാജ്യത്തിന് അവരുടേതായ നിയമവും നിയന്ത്രണങ്ങളും ഉണ്ടാകും. അതിന്റെ പേരിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ പിരിയുകയായിരുന്നു. ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചല്ല അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് കേന്ദ്രം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ നിരാകരിക്കുന്ന വിവരങ്ങളാണ് നാടുകടത്തപ്പെട്ടവർ നൽകിയത്. കൈകാലുകൾ വിമാനയാത്രയിൽ ഉടനീളം ബന്ധിച്ചു എന്നും സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വിലങ്ങഴിച്ചതെന്നും തിരിച്ചെത്തിയവർ വ്യക്തമാക്കിയിരുന്നു. പുതിയ കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായാണ് 104 ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാടുകടത്തുമെന്നും വിവരമുണ്ട്. ബുധനാഴ്ച അമൃത്സറിൽ എത്തിയവരിൽ 33 വീതം പേർ ഹരിയാന, ഗുജറാത്ത് സ്വദേശികളായിരുന്നു. 30 പേർ പഞ്ചാബ് സ്വദേശികളും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വീതം പേരും ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരാളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യയുടെ അഭിമാനത്തെ ലോകത്തിനു മുന്നിൽ പണയം വെച്ച സംഭവമാണിപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ താങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇതിനോടകം ഉയർന്നു വന്നിരിക്കുന്നത്.